ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ? ഈ ഒരു ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ലോക ഇതിഹാസത്തിനെ കാണാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അതിപ്പോൾ മെസ്സി ഒരു നോക്ക് കാണാൻ കിട്ടിയാൽ ആരെങ്കിലും വേണ്ടാന്ന് നോക്കിയോ? സ്വാഭാവികമായിട്ടും ഇല്ല. അതും ഇന്ത്യയിലല്ല, കേരളത്തിലാണ് വരുന്നതെന്നുള്ളതാണ്. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലേക്ക്. ഇന്ത്യയിലെ മറ്റു മൂലക്കിൽ എവിടെ വന്നാലും ഒരു പക്ഷേ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ സമയം കേരളത്തിലേക്ക് അദ്ദേഹം എത്തിക്കിട്ടിയാൽ നടക്കാൻ പോകുന്ന ഒരു പക്ഷേ വലിയൊരു ആഘോഷം തന്നെയായിരിക്കും, അതുറപ്പ്. എന്നാൽ അതിൽ നിന്നും മറ്റൊരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നു. കാരണം 3 ആൾക്കാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. 1 അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ, 2 കേരള സർക്കാർ, 3 റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ്. സോ ഇവരെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എന്താണ് നിലവിൽ നടന്നിരിക്കുന്നത്? സോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ആൻഡോ അഗസ്റ്റിൻ കേട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇതാ അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. സോ മെസ്സിയെയും സംഘത്തെയും, അതായത് അർജൻറ്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാനായി 130 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. ഈ വർഷം തന്നെ വരാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ചെയ്തതെങ്കിലും ഇപ്പോൾ വരില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങളാണ്, 3 നിലപാടുകളാണ്. പോയിന്റ് നമ്പർ 1, അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ അതിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായ ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറയുന്നത് കരാർ ലംഘനം നടത്തിയത് അർജൻറ്റീനയല്ല, മറിച്ച് കേരള സർക്കാരാണെന്നാണ്. ഇംഗ്ലീഷ് റിപ്പോർട്ടറായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, പൈസ കിട്ടിയിട്ടും പോയില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കരാർ ലംഘിച്ചത് ഞങ്ങളല്ല, മറിച്ച് അവരാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ള മറുപടിയുമായി അബ്ദുൾ റഹ്മാൻ എത്തുന്നു. 13 ലക്ഷം ചിലവാക്കിക്കൊണ്ട് മെസ്സിയെ കാണാൻ പോയിട്ട് മെസ്സിയെ കിട്ടിയെന്നുള്ള ട്രോളുകൾ നിറയുമ്പോൾ അതിനുള്ള മറുപടിയുമായി മന്ത്രി എത്തുന്നുണ്ട്. പോയിന്റ് നമ്പർ 1, 13 ലക്ഷം ചിലവാക്കിയത് അർജൻറ്റീനയിൽ പോകാനും മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് 2 രാജ്യങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിച്ചിരുന്നു, ക്യൂബ, ഓസ്ട്രേലിയ. ഇവരെല്ലാമായിട്ട് കരാർ ഒപ്പിട്ടുണ്ട്. പോയിന്റ് നമ്പർ 2, കരാറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കരാറിലെ വിവരങ്ങളൊന്നും പുറത്തേക്ക് പറയരുതെന്ന്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ലംഘനമാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പോയിന്റ് നമ്പർ 3, ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒരിക്കലും കേരള ഗവൺമെൻറ് ആയിട്ടല്ല, മറിച്ച് സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും കഴമ്പില്ല എന്ന് മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞ് ആ സെക്ഷൻ കഴിയുന്നു. ഇനി 3ാമത്തെ കരാർ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് സ്പോൺസറായിരിക്കുന്ന ആൻഡോ അഗസ്റ്റിൻ, വിച്ച് മീൻസ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ്. അവർ പറയുന്നത് 130 കോടി രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കരാറെല്ലാം ആയതാണ്, ഈ വർഷം തന്നെ മെസ്സിയും സംഘവും അർജൻറ്റീന ഇവിടെ കളിക്കാൻ വരണമെന്നുള്ളതാണ്. കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രസക്തിയില്ല, പക്ഷേ അവർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവരുടെ ഭാഗത്തുനിന്നും അടുത്ത വർഷം സെപ്റ്റംബറിലാണ് വരാൻ പറ്റുന്നതെന്ന് അവർ കൺസെൻറ്റ് അറിയിക്കുമ്പോൾ പോരാ, ഈ വർഷം തന്നെ വേണമെന്നുള്ളതാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മറിച്ച് കേസിന് കൃത്യമായി സ്പോൺസർ പോകുമെന്നും അവർ അതിന് വലിയ പിഴ ഈടാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. കാരണം ഈ 130 കോടി രൂപ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവരാമെന്നുള്ള വലിയ ചർച്ചകൾ ഇതിനിടയിലും സജീവമായി നടക്കുന്നുണ്ട്. ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരേണ്ടെന്നും ആ പൈസയ്ക്ക് ഇവിടെയുള്ള ഫുട്ബോളിനെ ഉന്നമനം നടത്താൻ മതിയെന്നും ഒരുപാട് ആൾക്കാർ പറയുമ്പോഴും അദ്ദേഹത്തെ പോലെ വലിയൊരു ഇതിഹാസത്തെ കാണാനും അതുവഴി നടത്തുന്ന വലിയൊരു ഡെവലപ്മെൻറ്റ്സ് കാത്തിരിക്കാനുമാണ് ഒരു പറ്റം ആൾക്കാർ കാത്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും കേരളം. നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.